Hello dears, welcome back to ISKC English. Hello dear students. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇൻട്രൊഡക്ഷൻ ടു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന പേപ്പറിലെ രണ്ട് എസ്സേകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. രണ്ട് പ്രധാനപ്പെട്ട ഷോർട്ട് എസ്സേ. ഒന്നാമത്തെ എസ്സേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീച്ചേഴ്സ് ഓഫ് ഹ്യൂമൻ ലാംഗ്വേജ്, അതായത് മനുഷ്യന്റെ ഭാഷയുടെ സവിശേഷതകൾ. രണ്ടാമത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ചില തിയറീസ് ആണ്, അതായത് സം തിയറീസ് റിലേറ്റഡ് ടു ഒറിജിൻ ഓഫ് ഹ്യൂമൻ ലാംഗ്വേജ്. മനുഷ്യന്റെ ഭാഷയുണ്ടല്ലോ, ഹ്യൂമൻ ലാംഗ്വേജിന്റെ ഒറിജിൻ, അതായത് മനുഷ്യന്റെ ഭാഷയുടെ ഉത്ഭവം, മനുഷ്യരുടെ ഭാഷ എങ്ങനെ ഉണ്ടായി, ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ചില തിയറികൾ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ, ഈ രണ്ട് എസ്സേകളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പ്രധാനപ്പെട്ട രണ്ട് എസ്സേകളാണ്. അപ്പോൾ ഓക്കെ, നമുക്ക് നേരെ നമ്മളുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ഹ്യൂമൻ ലാംഗ്വേജ്. ഹ്യൂമൻ ലാംഗ്വേജിന്റെ ഫീച്ചേഴ്സ്, സവിശേഷതകൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ ഏകദേശം ഒരു 4 സവിശേഷതകൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ എസ്സേ ഇവിടെ കഴിഞ്ഞു. അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ പറയുന്നത്? ടുഡേ ലാംഗ്വേജ് ഈസ് എ മീഡിയം ഓഫ് ലിറ്ററേച്ചർ. ഇന്ന് ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മീഡിയമാണ്. എന്തിൻ്റെ മീഡിയമാണ്? ഓഫ് ലിറ്ററേച്ചർ, സാഹിത്യം, സയൻസ് ആൻഡ് ടെക്നോളജി, ശാസ്ത്രം, സാങ്കേതികത, കമ്പ്യൂട്ടർ, അതുപോലെ തന്നെ ആൻഡ് കൾച്ചറൽ എക്സ്ചേഞ്ച്, സംസ്കാരത്തിൻ്റെ എക്സ്ചേഞ്ച്, സംസ്കാരം കൈമാറ്റം ചെയ്യാം. കൾച്ചറൽ എക്സ്ചേഞ്ച് ബിറ്റ്വീൻ സോഷ്യൽ ഗ്രൂപ്പ്സ്, സാമൂഹിക ഗ്രൂപ്പുകൾക്കിടയിൽ സംസ്കാരത്തിൻ്റെ ഒരു എക്സ്ചേഞ്ച്, അതിൻ്റെ ഒരു മാധ്യമവും കമ്പ്യൂട്ടറും സയൻസും ടെക്നോളജിയും ലിറ്ററേച്ചറും എല്ലാം ഉപയോഗിക്കുന്ന ഒരു മീഡിയം, ഒരു മാധ്യമമാണ് എന്ത്? ലാംഗ്വേജ്. ഇറ്റ് ഈസ് ദ മോസ്റ്റ് പവർഫുൾ, കൺവീനിയൻറ്റ് ആൻഡ് പെർമനന്റ് മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇൻ ദ വേൾഡ്. ലോകത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള, കൺവീനിയൻറ്റ്, സൗകര്യപ്രദമായ, പെർമനന്റ് മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ഒരു സ്ഥിര ആശയവിനിമയ സംവിധാനമാണ് ലാംഗ്വേജ്. ഇറ്റ് ഈസ് ഓംനിപ്രസന്റ് ഇൻ ഓൾ ഹ്യൂമൻ ആക്ടിവിറ്റീസ്. മനുഷ്യന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ലാംഗ്വേജ് ഓംനിപ്രസന്റ് ആണ്. ലാംഗ്വേജ് ഉണ്ട്. ഭാഷയില്ലാത്ത പ്രവർത്തനങ്ങളില്ല മനുഷ്യന്റെ എല്ലാ ആക്ടിവിറ്റീസിലും. ജസ്റ്റ് നോക്കുകയാണെങ്കിൽ തോട്ട്സ്, ഡ്രീംസ്, പ്രേയേഴ്സ്, മെഡിറ്റേഷൻസ് ആൻഡ് റിലേഷൻസ്, മനുഷ്യൻ്റെ ബന്ധങ്ങൾ, മെഡിറ്റേഷൻസ്, ധ്യാനങ്ങൾ, പ്രാർത്ഥനകൾ, സ്വപ്നങ്ങൾ, തോട്ട്സ്, ഇത്തരത്തിലുള്ള മനുഷ്യൻ്റെ എല്ലാ പ്രവൃത്തികളിലും ലാംഗ്വേജ് ഓംനിപ്രസൻ്റ് ആണ്, അടങ്ങിയിട്ടുണ്ട്. ഇറ്റ് ഈസ് ഓൺലി ത്രൂ ലാംഗ്വേജ് ദാറ്റ് നോളേജ് ആൻഡ് കൾച്ചർ ആർ സ്റ്റോർഡ്. അതായത് ലാംഗ്വേജിലൂടെയാണ് അറിവും സംസ്കാരവും സ്റ്റോർ ചെയ്യുന്നത്. ആൻഡ് പാസ്ഡ് ഓൺ ഫ്രം ജനറേഷൻ ടു ജനറേഷൻ. അങ്ങനെ അത് ഒരു തലമുറയിൽ നിന്നും അടുത്ത തലമുറയിലേക്ക് കൈമാറുന്നത്. അപ്പോൾ ഭാഷയുണ്ടായത് കൊണ്ടാണ്, ലാംഗ്വേജ് ഉള്ളത് കൊണ്ടാണ് സംസ്കാരവും നോളേജും ഒക്കെ സ്റ്റോർ ചെയ്യാനും അതുപോലെ തന്നെ ഒരു ജനറേഷനിൽ നിന്നും മറ്റൊന്നിലേക്ക് കൈമാറ്റം ചെയ്യാനും സാധിക്കുന്നത്. ഇനി ഫീച്ചേഴ്സ് ഓഫ് ഹ്യൂമൻ ലാംഗ്വേജ്. ഇപ്പം ഞാൻ ഇത്രയും ഭാഷയെക്കുറിച്ച് ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ, ഒരു എസ്സേ എഴുതല്ലേ. അപ്പം ഇനി അതിനുശേഷം പറയുന്നത് ഇനിയാണ് ഭാഷയുടെ സവിശേഷതകൾ. ഒന്നാമത്തെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ക്രിയേറ്റീവ് എന്നുള്ളതാണ്. ഭാഷ ക്രിയേറ്റീവ് ആണ്. ഭാഷ എന്താണ്? ക്രിയേറ്റീവ് ആണ്. ഹ്യൂമൻ ലാംഗ്വേജ് ഈസ് ക്രിയേറ്റീവ്. ഹ്യൂമൻ ലാംഗ്വേജ് ക്രിയേറ്റീവ് ആണ്. എന്താ ഉദ്ദേശിച്ചത്? ദ അറ്ററൻസസ് ആൻഡ് കോമ്പിനേഷൻസ് പോസിബിൾ ഇൻ ഹ്യൂമൻ ലാംഗ്വേജ് ആർ ഇൻഫിനിറ്റ്. മനുഷ്യന്റെ ഭാഷയിൽ സാധ്യമായിട്ടുള്ള അട്ടറൻസ് മീൻസ് സംസാരങ്ങൾ, വാക്കുകൾ, അതുപോലെ തന്നെ കോമ്പിനേഷൻസ്, വാക്കുകൾ ചേർത്തുണ്ടാക്കുന്നവ, അതായത് സെൻറ്റൻസുകൾ. അപ്പോൾ ഹ്യൂമൻ ലാംഗ്വേജിലെ അട്ടറൻസും കോമ്പിനേഷൻസും, മനുഷ്യഭാഷയിൽ സാധ്യമായ പോസിബിളായ അട്ടറൻസസും കോമ്പിനേഷൻസും ആർ ഇൻഫിനിറ്റ്, അനന്തമാണ്, അതിന് കണക്കില്ല. ഇപ്പം ഞാൻ തന്നെ ഇവിടെ ഇരുന്ന് പറയുന്ന അട്ടറൻസ് നോക്കൂ, എത്ര വാക്കുകൾ, എത്ര സെൻറ്റൻസുകൾ, എന്തെല്ലാം തരം കോമ്പിനേഷൻസ് ആണ്. അതാണ് ക്രിയേറ്റീവ് എന്ന് പറയുന്നത്. ഒരു വ്യക്തി ഉപയോഗിക്കുന്ന വ്യക്തിയുടെ കഴിവാണ്, അതിനനുസരിച്ച് ഭാഷ വിപുലമാവും.
അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഭാഷയുടെ ഒന്നാമത്തെ ക്വാളിറ്റിയാണ് ഭാഷ ക്രിയേറ്റീവ് ആണ്. രണ്ടാമത്തെ ക്വാളിറ്റി, പോയിന്റ് ഓർക്കണം കേട്ടോ, പോയിന്റ് ഓർക്കുക. ഞാൻ ഈ പറയുന്ന എക്സ്പ്ലനേഷനും ഓർക്കുക എന്താണ് ക്രിയേറ്റീവ് എന്നുള്ളത്. അതായത് ഒരു വ്യക്തി, നമ്മൾ പറയില്ലേ ക്രിയേറ്റീവ്, ക്രിയാത്മകത, ചില കഴിവുകൾ, ആ ഒരു സംഭവം ഉണ്ടെങ്കിൽ എത്രയും എന്ത് ചെയ്യാൻ പറ്റും, ഡെവലപ്പ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തേത് ആർബിട്രറിനെസ് എന്നുള്ളതാണ്. ആർബിട്രറിനെസ് ഇവിടെ ശ്രദ്ധിക്കട്ടോ. അനദർ യുണീക്ക് ക്വാളിറ്റി ഓഫ് ഹ്യൂമൻ ലാംഗ്വേജ് ഈസ് ഇറ്റ്സ് ആർബിട്രറിനെസ്. മനുഷ്യന്റെ ഹ്യൂമൻ ലാംഗ്വേജിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട മനുഷ്യഭാഷയ്ക്ക് സവിശേഷമായിട്ടുള്ള യുണീക്കായിട്ടുള്ള ഒരു പ്രത്യേകതയാണ് എന്ത്, ആർബിട്രറിനെസ് എന്നുള്ളത്. ഇനി ഞാൻ കാര്യം എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്, നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. There is no logical connection between a word and the object. അതായത് മനുഷ്യന്റെ ഭാഷയിൽ മനുഷ്യൻ പറയുന്ന ഒരു വാക്കും ആ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒബ്ജക്റ്റും തമ്മിൽ എന്തില്ല, യാതൊരു ലോജിക്കൽ കണക്ഷനും ഇല്ല. യുക്തിപരമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഇൻബോൺ ആയിട്ടുള്ള ഒരു ബന്ധമില്ല, ഇൻബോൺ ആയിട്ടുള്ള ഒരു കണക്ഷൻ ഇല്ല. അതല്ലെങ്കിൽ ഒരു ഫീലിംഗ് ദാറ്റ് വേർഡ് കൺവേസ്, അല്ലെങ്കിൽ ഒരു ഫീലിങ്ങും ആ ഫീലിങ്ങിനെ കൺവേ ചെയ്യുന്ന വേർഡും. എക്സാമ്പിൾ സാഡ്നെസ് എന്നുള്ളത്, സാഡ്നെസ് എന്ന വേർഡും ആ വേർഡ് കൺവേ ചെയ്യുന്ന ദുഃഖം എന്ന ഫീലിങ്ങും, ഇത് രണ്ടിനും തമ്മിൽ ഒരു ബന്ധമില്ല. നിങ്ങൾ ഇന്ന് കേൾക്കുമ്പോൾ നോക്കൂ, നമുക്കിന്ന് കേൾക്കുമ്പോൾ അതായത് ദുഃഖം എന്ന് പറയുമ്പോൾ അതിന് ഏറ്റവും നല്ല പദമായിട്ട് നമുക്ക് സാഡ്നെസ് തോന്നും. എന്താ കാരണം, അത് അത്രയും ഒരുപാട് വർഷമായിട്ട് ഉപയോഗിച്ചു വന്ന ബന്ധമാണ്, അല്ലാതെ ലോജിക്കലി ഒരു ബന്ധമല്ല. ഇപ്പൊ ചില കുട്ടികളുടെ പേര് തന്നെ ഒരു എക്സാമ്പിൾ പറയാണ്, നമുക്ക് ചിലപ്പോൾ ഇങ്ങനെ തോന്നി, ഒന്ന് ആലോചിച്ച് നോക്കൂ, മോഹൻലാൽ എന്നുള്ളതിന് പകരം മറ്റൊരു പേര് നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നില്ലല്ലോ. എന്നാൽ മോഹൻലാൽ എന്നുള്ളതും ആ പേരും തമ്മിൽ ദർ ഇസ് നോ ലോജിക്കൽ കണക്ഷൻ, ഒരു കണക്ഷനും ഇല്ല. ഇത്രയും നാൾ അദ്ദേഹം ആ പേരിൽ അറിയപ്പെട്ടത് കൊണ്ട് ആ പേരിനും അദ്ദേഹത്തിനും ഭയങ്കര ബന്ധം ഉണ്ടായി വന്നു, അത് ഉപയോഗത്തിലുണ്ടായി വന്നതാണ്. അപ്പൊ അതാണ് പറയുന്നത്, ഈ ഒരു ബന്ധമില്ലായ്മയെ, ഒരു ലോജിക്കൽ കണക്ഷൻ ഇല്ല എന്നുള്ളതിനെ സൂചിപ്പിക്കുന്ന പദമാണ് ആർബിട്രറിനെസ്. ഇതിനൊരു എക്സാമ്പിൾ പറയാട്ടോ, ഇത് നിങ്ങൾക്ക് ഒന്നുകൂടി ഞാൻ മനസ്സിലാക്കി തരാം. ഡിഫറെന്റ് ലാംഗ്വേജസ് ഹാവ് ഡിഫറെന്റ് വേർഡ്സ്. വ്യത്യസ്ത ഭാഷകളിൽ വ്യത്യസ്ത വാക്കുകളുണ്ട് ടു റെപ്രസെന്റ് ദ ഒബ്ജക്റ്റ് ട്രീ, മരം എന്ന വസ്തുവിനെ റെപ്രസെന്റ് ചെയ്യാൻ. മലയാളത്തിൽ മരം എന്ന് പറയും, ഇംഗ്ലീഷിൽ ട്രീ എന്ന് പറയും, ഹിന്ദിയിൽ സംതിങ്, ഹിന്ദിയിൽ എന്തോ പറയും, കാരണം പേടുന്നോ എന്തോ പറയും അല്ലെ, തമിഴിൽ പറയണ്ടാവും. അതുപോലെ തന്നെ പല പല ഭാഷകളിലും മരത്തെ റെപ്രസെന്റ് ചെയ്യാൻ പല പല വാക്കുകളാണ്. എന്നാൽ ആ മരം എന്ന് പറയുന്ന ഒബ്ജക്റ്റിനും ആ വാക്കിനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ ചിന്തിച്ചു നോക്കൂ, എല്ലാ ഭാഷയിലും ആ വസ്തുവിന്, മരത്തിന് ഒരു പേരല്ലേ ഉണ്ടാവുള്ളൂ. അതിന് നമ്മൾ മനസ്സിലാക്കണം എന്ത്, ആ ഒരു വസ്തുവിനും ആ വസ്തുവിനെ റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വാക്കിനും തമ്മിൽ യാതൊരു ലോജിക്കൽ കണക്ഷനും ഇല്ല. അപ്പൊ ആ ഒരു അവസ്ഥയെ സൂചിപ്പിക്കുകയാണ് ആർബിട്രറി. അപ്പൊ ലാംഗ്വേജിന്റെ കാരണം ഈ ആർബിട്രറി എന്ന് പറയുന്ന ക്വാളിറ്റി ഉള്ളത് കൊണ്ടാണ് ഒരുപാട് ഭാഷ ഉള്ളത്. അല്ലെങ്കിൽ എല്ലാ വസ്തുവിനും സൂചിപ്പിക്കുന്ന വാക്കിനും ബന്ധമുണ്ടെങ്കിൽ ഒരു ലാംഗ്വേജേ ഉണ്ടാവുള്ളൂ. ഇനി അടുത്തത് മൂന്നാമത്തെ സവിശേഷത എന്ന് പറയുന്നത് റിഫ്ലെക്സിവിറ്റി ആണ്. മൂന്നാമത്തേത് റിഫ്ലെക്സിവിറ്റി ആണ്. മൂന്നാമത്തേത് കേട്ടോ, ഹ്യൂമൻ ലാംഗ്വേജിന്റെ മൂന്നാമത്തെ സവിശേഷത റിഫ്ലെക്സിവിറ്റി ആണ്. ഹ്യൂമൻ കമ്മ്യൂണിക്കേഷൻ ഈസ് ആൾസോ യുണീക്ക്. നേരത്തെ പറഞ്ഞതിന് സമാനമായ വരിയാണ്. ഈസ് ആൾസോ യുണീക്ക് ഇൻ ഇറ്റ്സ് റിഫ്ലെക്സിവിറ്റി. ഹ്യൂമൻ ലാംഗ്വേജിന്റെ റിഫ്ലെക്സിവിറ്റി എന്ന് പറയുന്ന സവിശേഷത ഹ്യൂമൻ ലാംഗ്വേജിനെ യുണീക്കാക്കുന്നു, വ്യത്യസ്തമാക്കുന്നു. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്? ലാംഗ്വേജ് ഡെവലപ്സ് ത്രൂ ഇന്ററാക്ഷൻസ്. ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഏതൊരു ഭാഷയാണെങ്കിലും ഇന്ററാക്ഷൻ, ആശയവിനിമയത്തിന് ആ ഭാഷയെ ഉപയോഗിക്കുന്നതിലൂടെ. കാരണം നമുക്കെന്നറിയാം, ഇംഗ്ലീഷ് ഒരു ഗ്ലോബൽ ലാംഗ്വേജ് എന്ന തലത്തിലേക്ക് വളർന്നു. ഇംഗ്ലീഷ് ഒരുപാട് ഡെവലപ്പ് ചെയ്യണം. എന്തുകൊണ്ടാണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുന്നത്? പല പല മേഖലകളിൽ ഇംഗ്ലീഷ് ലാംഗ്വേജിനെ ഡെവലപ്പ് ചെയ്യുന്നത് ഇത് ഭാഷയുടെ ഒരു സവിശേഷതയാണ്. ഉപയോഗിക്കും തോറും അത് വളരുന്നു. എന്തുമാത്രം അതിന് ഇന്ററാക്ഷന് വേണ്ടി അത് എന്തുമാത്രം ഉപയോഗിക്കുന്നോ അതിനനുസരിച്ച് അത് വളർന്നുകൊണ്ടിരിക്കും. അതാണ് ഈ റിഫ്ലെക്സിവിറ്റി കൊണ്ട് എന്ത് ചെയ്യണത്, ഉപയോഗിക്കുന്നത്. അത് അതിൻ്റെ റിഫ്ലെക്സിവിറ്റി എന്നൊരു സ്വഭാവം ഉള്ളത് കൊണ്ടാണ്.
എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് കാലത്തിനും ഏത് ടൈമിനും അനുസരിച്ച് അതിനെ മാറ്റാൻ കഴിയും. ഏത് സമയത്തിനും ഏത് സ്പേസിനും ഏത് ടൈമിനും ഉതകുന്ന രീതിയിൽ നമുക്ക് ലാംഗ്വേജിനെ ഡെവലപ്പ് ചെയ്യാം. അതാണ് റിഫ്ലെക്സിവിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നോക്കൂ, ഞാൻ പറയുന്നത് ഓവർ ടൈം, സമയം കഴിയുന്നതിനനുസരിച്ച്, സമയം കടന്നു പോകുമ്പോൾ മീനിങ്സ് ചേഞ്ച്, വാക്കുകളുടെ അർത്ഥങ്ങൾ മാറുന്നു. ആൻഡ് വേ വേർഡ്സ്, ഫ്രേസസ് ആൻഡ് സൈൻസ് യൂസ്ഡ്, വാക്കുകളും ഫ്രേസുകളും സൈൻ, ചിഹ്നങ്ങളും ഉപയോഗിക്കുന്ന രീതി എവോൾവ് സിഗ്നിഫിക്കൻ്റ്ലി, വളരെ പ്രാധാന്യത്തോടു കൂടി കാര്യമായി തന്നെ മാറ്റങ്ങൾ വരുന്നു. അതായത് കാലത്തിനും സമയത്തിനും അനുസരിച്ച് ഭാഷയിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നു. ഭാഷ ചേഞ്ച് ചെയ്യുന്നു, അർത്ഥത്തിൽ മാറ്റം വരുന്നു, വാക്കുകളും ഫ്രേസുകളും സൈനുകളും ഉപയോഗിക്കുന്ന രീതിയിൽ മാറ്റം വരുന്നു. ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മാറാനുള്ള ഭാഷയുടെ സവിശേഷത, അതാണ് റിഫ്ലെക്സിവിറ്റി എന്നുള്ളത്. മാത്രമല്ല റിഫ്ലെക്സിവിറ്റി, ഈ സവിശേഷത, ഈ ഗുണമാണ് അലോസ് ഹ്യൂമൻ ലാംഗ്വേജ് ടു ചേഞ്ച് ആൻഡ് ഡെവലപ്പ് ഓവർ ടൈം. ഈ സവിശേഷത ഹ്യൂമൻ ലാംഗ്വേജിനെ സമ്മതിക്കുന്നു, അലോ ചെയ്യുന്നു. എന്തിനാണ് ഹ്യൂമൻ ലാംഗ്വേജിനെ അനുവദിക്കുന്നത്? ടു ചേഞ്ച് ആൻഡ് ഡെവലപ്പ് ഓവർ ടൈം, സമയം പോകുന്നതിനനുസരിച്ച്, സമയത്തിനനുസരിച്ച് ചേഞ്ച് ചെയ്യാനും ഡെവലപ്പ് ചെയ്യാനും. കാരണം മുൻപത്തെ ലാംഗ്വേജ് അല്ല എല്ലാ ഭാഷകളും, കുറേ വർഷങ്ങൾക്ക് മുൻപുള്ള ഭാഷകളല്ല, ആ രൂപമല്ല ഇന്ന്. കാരണം ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണെങ്കിലും നമ്മളെ മദർ ടങ് ആയിട്ടുള്ള മലയാളമാണെങ്കിലും നമ്മുടെ നാഷണൽ ലാംഗ്വേജ് ആയ ഹിന്ദി ആണെങ്കിലും ഇതെല്ലാം കുറേ വർഷങ്ങൾക്ക് മുൻപ് ഉപയോഗിച്ചതിൽ നിന്നും ഇന്ന് ഒരുപാട് മാറി, ഒരുപാട് പുതിയ പദങ്ങൾ വന്നു, ഒരുപാട് ഡെവലപ്പ് ചെയ്തു. വാക്കുകൾ ഉപയോഗിക്കുന്ന ശൈലി, രീതി, ഇതിലെല്ലാം മാറ്റം വന്നു. അപ്പോൾ ഇങ്ങനെ മാറ്റങ്ങൾ വരാനുള്ള ഒരു കഴിവുണ്ട് ലാംഗ്വേജിന്, അതാണ് റിഫ്ലെക്സിവിറ്റി. അപ്പോൾ ആ കഴിവാണ് ഭാഷയെ ഡെവലപ്പ് ചെയ്യാനും ചേഞ്ച് ചെയ്യാനും സഹായിക്കുന്നത്. അല്ലെങ്കിൽ കുറെ കാലം കഴിയുമ്പോൾ ഭാഷ ഇല്ലാതെയാവും. കാരണം കാലത്തിനനുസരിച്ച് ആളുകളും മറ്റും മാറുന്നതിനനുസരിച്ച് ഭാഷയിലും മാറ്റങ്ങൾ ഉണ്ടാവുന്നു. ഇതാണ് റിഫ്ലെക്സിവിറ്റി. നാലാമത്തേത് ഡിസ്പ്ലേസ്മെന്റ് എന്നുള്ളതാണ്. നാലാമത്തെ ഹ്യൂമൻ ലാംഗ്വേജിന്റെ സവിശേഷത ഡിസ്പ്ലേസ്മെന്റ്. ലാംഗ്വേജ് ഈസ് യൂസ്ഡ്, ഭാഷയെ ഉപയോഗിക്കുന്നു. ടു ടോക്ക് അബൌട്ട്, എന്തിനു വേണ്ടിയിട്ട്? ഭാഷയെ ഉപയോഗിച്ച് നമുക്ക് സംസാരിക്കാൻ കഴിയും. അബൌട്ട് ദ പാസ്റ്റ്, പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ. അതായത് നമുക്ക് പാസ്റ്റിനെ കുറിച്ച് പറയാൻ ഒരു ഭാഷ, പ്രസന്റിനെ കുറിച്ച് പറയാൻ മറ്റൊരു ഭാഷ, ഫ്യൂച്ചറിനെ കുറിച്ച് പറയാൻ വേറൊരു ഭാഷ. ഇങ്ങനെ 3 ഭാഷകളല്ല നമ്മൾ ഉപയോഗിക്കുന്നത്. സെയിം ലാംഗ്വേജ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പ്രസന്റ് പറയുന്നു, പാസ്റ്റ് പറയുന്നു, ഫ്യൂച്ചർ പറയുന്നു. അതായത് അപ്പോൾ വ്യത്യസ്ത കാലങ്ങളിൽ ഒരേ ഭാഷ സംസാരിക്കാം. അപ്പം കാലത്തിന് അതീതമാണ് ഭാഷ. അതുപോലെ തന്നെ സ്ഥലം, ഞാൻ ഇവിടെ മലയാളം സംസാരിക്കും, വേറെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഞാൻ മലയാളം സംസാരിക്കും, മലയാളി ഉണ്ടായാൽ മതി. അപ്പോൾ കാലത്തിനും സ്ഥലത്തിനും അതീതമാണെന്ത്? ഭാഷ. ഇതാണ് ഡിസ്പ്ലേസ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ലാംഗ്വേജ് ഈസ് യൂസ്ഡ് ടു ടോക്ക് അബൌട്ട് ദ പാസ്റ്റ്, പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ. ഫ്യൂച്ചറിനെ കുറിച്ചും പ്രസന്റിനെ കുറിച്ചും പാസ്റ്റിനെ കുറിച്ചും, അല്ലെ, നടന്നുകൊണ്ടിരിക്കുന്നത്, നടന്നു കഴിഞ്ഞത്, വരാനിരിക്കുന്നത്, അല്ലെ, ഉള്ളതും ഇല്ലാത്തതും, അല്ലെ, വരാനിരിക്കുന്നതും, ഇതിനെക്കുറിച്ചെല്ലാം സംസാരിക്കുന്നതിന് വേണ്ടി നമുക്ക് ഭാഷ ഉപയോഗിക്കാൻ കഴിയും. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ്, ഭാഷയെ ഉപയോഗിക്കാൻ കഴിയും. ബിയോണ്ട് ടൈം ഓർ പ്ലേസ്, സ്ഥലത്തിനും അതുപോലെ തന്നെ സമയത്തിനും. അപ്പം എന്താ പറയുന്നത്? സ്ഥലത്തിനും അതുപോലെ തന്നെ സമയത്തിനും അതീതമായിട്ട്, സ്ഥലത്തിനും സമയത്തിനും അതീതമായിട്ട് നമുക്ക് ഭാഷയെ ഉപയോഗിക്കാൻ കഴിയും. ദ പ്രോപ്പർട്ടി ഓഫ് ലാംഗ്വേജ്, ഭാഷയുടെ ഈ സവിശേഷത. സവിശേഷത അപ്പം പറഞ്ഞില്ലേ, സമയത്തിനും സ്ഥലത്തിനും അതീതമാണെന്ന് പറഞ്ഞില്ലേ. ഈ സവിശേഷത വിച്ച് അലോസ് ദ യൂസേഴ്സ് ടു ടോക്ക് അബൌട്ട്, ഈ സവിശേഷതയാണ് സംസാരിക്കുന്ന ആളെ, യൂസറെ സംസാരിക്കാൻ അനുവദിക്കുന്നത്. എന്തിനെ കുറിച്ച്? ടോക്ക് അബൌട്ട് തിങ്സ് ആൻഡ് ഇവന്റ്സ് ദാറ്റ് ആർ റിമൂവ്ഡ് ഇൻ ടൈം ഓർ സ്പേസ്.
അതായത് ഇപ്പം നിലവിലില്ലാത്ത കാര്യങ്ങളും സംഭവങ്ങളും അവയെക്കുറിച്ച് സംസാരിക്കാൻ ഭാഷ ഉപയോഗിക്കുന്ന ആൾക്ക് കഴിയും. ഭാഷ ഉപയോഗിച്ചുകൊണ്ട് ആ ഉപയോഗിക്കുന്ന വ്യക്തിക്ക് സംസാരിക്കാം. തിങ്സ് ആൻഡ് ഇവന്റ്സ് ദാറ്റ് ആർ റിമൂവ് ചെയ്തത്, ഇന്നില്ലാത്തത്, ദാറ്റ് ആർ നോട്ട് പ്രസന്റ്, ഇന്നില്ലാത്തത്. ടൈം ഓർ സ്പേസ്, ഇന്ന് ഈ ടൈമിലോ ഈ സ്പേസിലോ എനിക്കിപ്പോൾ ഇവിടെ ഇരുന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇവിടെ ഇല്ലാത്തതിനെ കുറിച്ച് പറയാൻ പറ്റും. ഈ ടൈമിൽ ഞാൻ എവിടെ വെച്ച് സംസാരിക്കുന്നു, ഈ സമയത്ത്, അല്ലേ? അതുപോലെ തന്നെ ഇപ്പോൾ, അല്ലെ, ഈ 8 മണിക്ക് അല്ലെങ്കിൽ 8:15 ഇല്ലാത്തത് എനിക്ക് പറയാൻ പറ്റും. ഞാൻ സംസാരിക്കുന്ന ഈ സമയത്തില്ലാത്തതും പറയാൻ പറ്റും, ഈ സ്ഥലത്തില്ലാത്തതും പറയാം. എന്നെ ഭാഷ അനുവദിക്കുന്നുണ്ട്. ഇത് ഭാഷയുടെ സവിശേഷതയാണ്. ഈ സവിശേഷതയ്ക്കാണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതോടുകൂടി 4 ഫീച്ചേഴ്സ് കഴിഞ്ഞു. ഒരു പ്രധാനപ്പെട്ട ഷോർട്ട് എസ്സേ ആണ് നിങ്ങൾ പഠിക്കണം, ഭാഷയുടെ 4 സവിശേഷതകൾ. ഇനി ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒറിജിൻ തിയറീസ് റിലേറ്റഡ് ടു ദ ഒറിജിൻ ഓഫ് ലാംഗ്വേജ്. ലാംഗ്വേജ് എങ്ങനെ ഉണ്ടായി എന്ന് പറയുന്ന ചില തിയറികൾ. കാരണം ലാംഗ്വേജ് എങ്ങനെ ഉണ്ടായി എന്നുള്ളതിന് നമുക്ക് യാതൊരു ഡയറക്റ്റ് എവിഡൻസും ഇല്ല. അതായത് ആദ്യമായി ഭാഷ സംസാരിച്ച ആളുകൾ അവർ നിലവിലില്ല. അവര് നിലവിലുണ്ടെങ്കിൽ അവരോട് ചോദിക്കാം, നിങ്ങൾക്ക് എങ്ങനെ ഭാഷ കിട്ടി, എവിടുന്ന് കിട്ടിയെന്ന്. അപ്പൊ നമുക്ക് ഭാഷയുടെ ഉത്ഭവത്തിലേക്ക് നമ്മളെ ഡയറക്റ്റ് ആയിട്ട് നയിക്കുന്ന എവിഡൻസ് ഒന്നുമില്ല. പിന്നെ നമ്മളെ കൈവശമുള്ളത് ഏതാനും തിയറീസ് ആണ്. അപ്പൊ ആ തിയറീസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദ ഒറിജിൻ ഓഫ് ഹ്യൂമൻ ലാംഗ്വേജ്, ഭാഷയുടെ ഉത്ഭവം എന്നുള്ളത് ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് ഇൻട്രീഗിങ് ആൻഡ് ഡിബേറ്റഡ് ടോപ്പിക്സ് ഇൻ ലിംഗ്വിസ്റ്റിക്സ്. എന്താ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ? ഭാഷാശാസ്ത്രം. ഭാഷാശാസ്ത്രത്തിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതും ഡിബേറ്റഡ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഇൻട്രീഗിങ് എന്ന് പറഞ്ഞാൽ കോംപ്ലക്സ്, വളരെ സങ്കീർണമായിട്ടുള്ള, അത്യാവശ്യം ബുദ്ധിമുട്ടുള്ള ലിംഗ്വിസ്റ്റിക്സിലെ ടോപ്പിക്കുകളിൽ ഒന്നാണ് ഒറിജിൻ ഓഫ് ലാംഗ്വേജ്. അപ്പോൾ ഒറിജിൻ ഓഫ് ലാംഗ്വേജ് എന്നുള്ളത് ലിംഗ്വിസ്റ്റിക്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു സിമ്പിൾ ടോപ്പിക് അല്ല, പകരം അതൊരു ഇൻട്രീഗിങ് ആൻഡ് ഡിബേറ്റഡ് ടോപ്പിക്കാണ്. ഈ വിഷയത്തിൽ ഒരുപാട് ചർച്ചകൾ നടന്നിട്ടുണ്ട്. അതിനർത്ഥം പല ആളുകൾക്കും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, പലർക്കും പല അഭിപ്രായങ്ങളുണ്ട്. ഇനി സ്കോളേഴ്സ് ആൻഡ് സയന്റിസ്റ്റ്സ് ഹാവ് പ്രപ്പോസ്ഡ് ന്യൂമറസ് തിയറീസ്. സ്കോളേഴ്സ്, പണ്ഡിതന്മാരും അതുപോലെ തന്നെ സയന്റിസ്റ്റുകളും ഒരുപാട് തിയറികൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ടു എക്സ്പ്ലെയിൻ ദ എമർജൻസ് ഓഫ് ലാംഗ്വേജ്, ഭാഷയുടെ വരവിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ. ഭാഷ എങ്ങനെ എമർജ് ചെയ്തു, എങ്ങനെയാണ് ഭാഷ ഉണ്ടായതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരുപാട് തിയറീസ് സയന്റിസ്റ്റുകളും സ്കോളേഴ്സും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. സം ഓഫ് ദം ആർ, അവയിൽ ചില തിയറീസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഏകദേശം ഒരു 5 തിയറി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ക്ലാസ് കഴിയും. അപ്പോൾ ഈ 5 തിയറി നിങ്ങൾ പഠിക്കട്ടോ. പ്രധാനപ്പെട്ട 2 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ തിയറി എന്ന് പറയുന്നത് ഒണമാറ്റോപിക് തിയറി എന്നുള്ളതാണ്. അങ്ങനെ വായിക്കാട്ടോ. ഒണമാറ്റോപിക് തിയറി എന്നുള്ളതാണ് ഒന്നാമത്തേത്. നോക്കൂ, ദ തിയറി സജറ്റ്സ് ദാറ്റ്, ഈ തിയറി നിർദ്ദേശിക്കുന്നത്, ഒണമാറ്റോപിക് തിയറി പറയുന്നത് ഫസ്റ്റ് വേർഡ്സ്, ആദ്യമുണ്ടായ വാക്കുകൾ, ആദ്യം രൂപം കൊണ്ട വാക്കുകൾ, എങ്ങനെയാണ് ആദ്യമായിട്ട് വാക്കുകൾ ഉണ്ടായി എന്നാണ് ഈ തിയറി പറയുന്നത്. അപ്പൊ ആദ്യം രൂപം കൊണ്ട വാക്കുകൾ വേർ ഇമിറ്റേറ്റീവ് ഓഫ് നേച്ചുറൽ സൗണ്ട്സ്, പ്രകൃതിയുടെ ശബ്ദങ്ങളിലെ നേച്ചുറൽ സൗണ്ട്സ്, ആ സൗണ്ട്സിനെ ഇമിറ്റേറ്റ് ചെയ്തിട്ടാണ് ആദ്യമായിട്ട് വാക്കുകൾ ഉണ്ടായത്. പിന്നെ ആ വാക്കുകളൊക്കെ അങ്ങനെ പോളിഷ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് അങ്ങനെ ലാംഗ്വേജ് ഉണ്ടായതാണ് ഇവർ പറയുന്നത്. അതായത് ഇമിറ്റേറ്റീവ് ഓഫ് നേച്ചുറൽ സൗണ്ട്സ്, അതൊന്ന് ഓർത്തു വെക്കണം കേട്ടോ, അടിവര ഇടേണ്ട വാക്കാണ്. ഒണമാറ്റോപിക് തിയറി പറയുന്നത് എങ്ങനെ ലാംഗ്വേജ് ഉണ്ടായി എന്നാ പറയുന്നത്? ഇമിറ്റേറ്റീവ് ഓഫ് നേച്ചുറൽ സൗണ്ട്സ്. നേച്ചുറൽ സൗണ്ട്സ് എന്ന് പറയുമ്പോൾ ദ ക്രൈ ഓഫ് ബേർഡ്സ്, പക്ഷികളുടെ കരച്ചില്, ദ കോൾ ഓഫ് അനിമൽസ്, അതുപോലെ തന്നെ മൃഗങ്ങളും. ആ പക്ഷികളുടെയും മൃഗങ്ങളുടെയൊക്കെ കരച്ചിലുകൾ, ശബ്ദങ്ങൾ, അവയെ അനുകരിച്ച് അങ്ങനെയാണ് ഭാഷ ഉണ്ടായി എന്നാണ് ഒണമാറ്റോപിക് തിയറി. നോക്കൂ, ദ പ്രിമിറ്റീവ് മെൻ, പുരാതന മനുഷ്യന്, പണ്ടത്തെ ആളുകള്
മൈറ്റ് ഹാവ് യൂസ്ഡ് ഒണമാറ്റോപിക് സൗണ്ട്സ്. പണ്ടത്തെ ആളുകൾ അവര് ലാംഗ്വേജ് ഇല്ലാത്ത കാലത്ത് തുടക്കത്തിൽ അവർ ഈ ഒണമാറ്റോപിക് സൗണ്ട്സ്, അതായത് പ്രകൃതിയിലെ ശബ്ദങ്ങൾ, പക്ഷികളുടെയും മൃഗങ്ങളുടെയൊക്കെ ശബ്ദങ്ങൾ അവർ ഉപയോഗിച്ചിരിക്കാം. എന്തിനു വേണ്ടി? ടു ഇൻഫോം ഹിസ് ഫെല്ലോ ബീയിങ്സ് അബൌട്ട്, അവരുടെ സുഹൃത്തുക്കളോട്, കൂട്ടാളികളോട് പറയുന്നതിന് വേണ്ടി. എബൌട്ട് ബേർഡ്സ്, പക്ഷികളെ കുറിച്ച്. ലൈക്ക് കുക്കു, ക്രോ ആൻഡ് ചിർപ്പ്. അതായത് പക്ഷികൾ, കുയിലിനെ കുറിച്ചാണെങ്കിലും കാക്കയെ കുറിച്ചാണെങ്കിലും അതുപോലെ തന്നെ ചിർപ്പ്, ചെറിയ ചെറിയ പക്ഷികളുടെ ശബ്ദങ്ങൾ, ഇത്തരം കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടി പഴയ ആളുകൾ, പ്രാഥമികരായിട്ടുള്ള പുരാതന മനുഷ്യർ, അവർ ശബ്ദങ്ങൾ, ഒണമാറ്റോപിക് സൗണ്ട്സ്, ഇത്തരത്തിലുള്ള മൃഗങ്ങളുടെ, പക്ഷികളുടെ ശബ്ദം ഉപയോഗിച്ച് പക്ഷിയെക്കുറിച്ച് പറഞ്ഞിരിക്കാം, ഇൻഫോം ചെയ്തിരിക്കാം. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, പുരാതന മനുഷ്യര് ഒരു ആന അതുവഴി വരുന്നുണ്ടെങ്കിൽ ആന അലറുന്ന പോലെ അലറിക്കൊണ്ട് മറ്റുള്ളവർക്ക് സൂചന കൊടുക്കാം. അതായത് ആന വരുന്നുണ്ട്, അല്ലെങ്കിൽ സിംഹം ഉണ്ടാക്കുന്ന പോലത്തെ ശബ്ദം, സിംഹത്തിന്റെ ഗർജനം ഇമിറ്റേറ്റ് ചെയ്തിട്ട് സിംഹം വരുന്നു എന്നൊരു മെസ്സേജ് കൊടുക്കാം. ഇതാണ് ആര് പറയുന്നത്? ഒണമാറ്റോപിക് തിയറിയുടെ വക്താക്കൾ പറയുന്നത്. മാത്രമല്ല, ദേ വുഡ് ഓൾസോ ഹാവ് ട്രൈഡ്, ഈ പുരാതന മനുഷ്യര്, ദേ പറഞ്ഞ പുരാതന മനുഷ്യര് അവര് ട്രൈ ചെയ്തു, ഹാവ് ട്രൈഡ് ടു കമ്മ്യൂണിക്കേറ്റ്, അവർ ആശയവിനിമയം നടത്താൻ അവർ ശ്രമിച്ചിരുന്നു. എന്തുപയോഗിച്ചിട്ട്? സൗണ്ട്സ് ഓഫ് നേച്ചർ ലൈക്ക് റാറ്റ്ലിങ്, പ്രകൃതിയിൽ നിന്നും കേൾക്കുന്ന ചില ശബ്ദങ്ങൾ. ഏതുപോലെ? റാറ്റ്ലിങ്, അതുപോലെ തന്നെ ഊസ്, ബസ്, റിപ്പിൾ, ബാങ്, ഹിസ്. ഹിസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മൃഗങ്ങളൊക്കെ അല്ലെങ്കിൽ പാമ്പൊക്കെ ചീറ്റുന്ന ശബ്ദം ഉണ്ടല്ലോ, ആ ശബ്ദം തന്നെ ആ ഒരു ശബ്ദം, അതേ ശബ്ദം തന്നെയാണ് ലാംഗ്വേജിലേക്കും വന്നത്, അതേ ശബ്ദം തന്നെ ലാംഗ്വേജിലേക്കും വന്നു. അതുപോലെ തന്നെ റാറ്റിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും വീട് മറ്റൊക്കെ ഉണ്ടാവുന്ന ശബ്ദം, ആ ഒരു ശബ്ദം. അപ്പൊ റാറ്റിൽ, റാറ്റിലിങ്, ഊസ്, അതുപോലെ തന്നെ ബസ്, ആ ശബ്ദങ്ങളൊക്കെ അങ്ങനെയാണ്. അതുപോലെ തന്നെ റിപ്പിൾ, അപ്പൊ ഇതുപോലുള്ള ബാങ്, ഇതുപോലുള്ള പ്രകൃതിയിലെ ഓരോ ശബ്ദങ്ങൾ, ഈ ശബ്ദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവര് പുരാതന മനുഷ്യര് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. ഇതൊക്കെ ഒണമാറ്റോപിക് വേർഡ്സാ, മെയിൻ സൗണ്ട്സ് ഓഫ് നേച്ചർ. ഇത് ഉപയോഗിച്ചിട്ട് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കട്ടോ, ഈ തിയറി, ഒണമാറ്റോപിക് തിയറി, ഈ തിയറി ഈസ് ഓഫൺ റെഫേർഡ് ടു ആസ്, ഈ തിയറി പലപ്പോഴും ഇങ്ങനെയും അറിയപ്പെടുന്നുണ്ട്. ഏത് പേരില്? ആസ് ബൗവൗ തിയറി. അപ്പൊ ഒണമാറ്റോപിക് തിയറിയുടെ മറ്റൊരു പേരാണ് എന്ത്? ബൗവൗ തിയറി. ഇപ്പൊ എക്സാമ്പിൾ പറയാണ്, ബൗവൗ എന്നുള്ളത് എന്താ? ബൗവൗ എന്നുള്ളത് നായ കുരയ്ക്കുന്ന ശബ്ദം. സ്വാഭാവികമായിട്ടും കുട്ടികൾ ഡോഗിനെ എന്താ വിളിക്കുക? കുട്ടികൾ ഡോഗിനെ പറയുന്നാലേ കുട്ടികൾക്ക് മുതിർന്നവരെ എങ്ങനെ പറഞ്ഞു കൊടുക്കുക? ബൗവൗ എന്ന് പറഞ്ഞു കൊടുക്കും. എന്താ? ആ ഡോഗ് ഉണ്ടാക്കുന്ന ശബ്ദം അനുകരിച്ചിട്ട്, അല്ലേ? കുട്ടികൾ പറയും, ഒരു ഡോഗ് ഇങ്ങനെ പോവാണെങ്കിൽ കുട്ടി പെട്ടെന്ന് എന്താ പറയാ, ഒരു ബൗവൗ പോകുന്നുണ്ട് പറയും, അല്ലേ? അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ശബ്ദത്തെ അനുകരിച്ചിട്ടാണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒണമാറ്റോപിക് തിയറിക്ക് ബൗവൗ തിയറി എന്നും പേരുണ്ട്. ഇനി 1 മാർക്കിനോ 2 മാർക്കിനോ എന്താണ് ബൗവൗ തിയറി അല്ലെങ്കിൽ എന്താണ് ഒണമാറ്റോപിക് തിയറി എന്ന് പറഞ്ഞാൽ തന്നെയാണ് എഴുതേണ്ടത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, രണ്ടും രണ്ടല്ല. ഒണമാറ്റോപിക് തിയറിയുടെ മറ്റൊരു പേരാണ് എന്ത്? ബൗവൗ തിയറി. രണ്ടാമത് പഠിക്കേണ്ട തിയറിയാണ് ഡിങ് ഡോങ് തിയറി. എന്താണ് ഡിങ് ഡോങ് തിയറി? നോക്കൂ, എന്തായി ഡിങ് ഡോങ് എന്നുള്ളത്? ചില വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ കോളിംഗ് ബെൽ അടിക്കുമ്പോൾ നമ്മൾ എന്ത് കേൾക്കും? ഡിങ് ഡോങ് എന്നുള്ള ബെല്ലടിക്കും. ഈ ഡിങ് ഡോങ് എന്നുള്ള ശബ്ദം നമ്മളെ മനസ്സിൽ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ അറിയാതെ നമ്മൾ ആ ശബ്ദം റിപ്പീറ്റ് ചെയ്യും. നമ്മൾ വെറുതെ പറയുന്നത് ഡിങ് ഡോങ്, അല്ലേ? എന്താ കാരണം? ആ ശബ്ദത്തിനൊരു മ്യൂസിക് ടച്ച് ഉണ്ട്, അല്ലെങ്കിൽ അതിനൊരു റിതം ഉണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാല്, മനുഷ്യന്മാരുടെ ഉള്ളില് ഒരു താളം ഉറങ്ങിക്കിടക്കുന്നുണ്ട്. ഈ താളം എന്നുള്ളത് ഇന്നേറ്റാണ്, മനുഷ്യ സഹജമാണ്. അതുകൊണ്ട് താളമുള്ള ശബ്ദം എവിടെ കേട്ടാലും അത് മനുഷ്യന്റെ മൈൻഡിൽ ഫീഡ് ചെയ്യും, മനുഷ്യൻ അത് റിപ്പീറ്റ് ചെയ്യും. ഏതുപോലെ പാട്ട്, നമ്മളിങ്ങനെ നിൽക്കുകയാണ്, അപ്പൊ നമ്മളൊരു പാട്ടിന്റെ വരി നമ്മൾ കേട്ടാൽ അറിയാതെ പാടിപ്പോകും, അതറിയാതെ സംഭവിക്കാം. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? നമ്മുടെ ഉള്ളിൽ മ്യൂസിക് ഉള്ളത് കൊണ്ട്. അതാണ് ഡിങ് ഡോങ് തിയറി പറയുന്നത് കേട്ടോ. ആ ശബ്ദത്തിൽ നിങ്ങൾ ആ ശബ്ദം ഓർത്താൽ മതി, ഡിങ് ഡോങ്.
അപ്പൊ തന്നെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്ക് കിട്ടും. നോക്കൂ, ദ ഡിങ് ഡോങ് തിയറി സ്ട്രെസ്സസ്, ഡിങ് ഡോങ് തിയറി സ്ട്രെസ് ചെയ്യുന്നു, മീൻസ് അടിവരയിട്ട് പറയുന്നു. എന്താ പറയുന്നത്? ദ റിതമിക്കൽ നേച്ചർ ഓഫ് ദ യൂണിവേഴ്സ്. ഈ പ്രപഞ്ചം റിതമിക്കലാണ്. നമ്മളെ പ്രപഞ്ചത്തിന് എല്ലാറ്റിനും താളമുണ്ട്. പ്രപഞ്ചത്തിൽ കേൾക്കുന്ന എല്ലാ ശബ്ദങ്ങൾക്കും താളമുണ്ട്. അപ്പൊ നമ്മളുടെ റിതമിക്കലായിട്ടുള്ള നേച്ചർ, ദ റിതമിക്കൽ നേച്ചർ ഓഫ് ദ യൂണിവേഴ്സ്, ദ റിതമിക്കൽ നേച്ചർ ഓഫ് ദ യൂണിവേഴ്സ്, അതുപോലെ തന്നെ ആൻഡ് ദ സെൻസ് ഓഫ് റിതം ഇന്നേറ്റ് ടു ഓൾ ഹ്യൂമൻ ബീയിങ്സ്. അതുപോലെ തന്നെ എല്ലാ മനുഷ്യർക്കും ഇന്നേറ്റാണ്, മനുഷ്യ സഹജമാണെന്ത്? താളം, റിതം, മ്യൂസിക്. അപ്പൊ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഈ യൂണിവേഴ്സ്, ഈ പ്രപഞ്ചം എന്താണ്? ഒരു റിതമാണ് പ്രപഞ്ചം റിതമിക്കലാണ്. ആ പ്രപഞ്ചത്തിൽ ജീവിക്കുന്ന മനുഷ്യന്റെ ഉള്ളിലും എന്തുണ്ട്? താളമുണ്ട്. അതുകൊണ്ട് ഈ പ്രപഞ്ചത്തിൽ എന്ത് ശബ്ദം കേട്ടാലും ആ ശബ്ദത്തിനൊക്കെ എന്തുണ്ടായിരിക്കും? റിതം ഉണ്ടായിരിക്കും. അതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. ഒന്നുകൂടി ഞാൻ വായിക്കാം. ദ ഡിങ് ഡോങ് തിയറി സ്ട്രെസ് ദ റിതമിക്കൽ നേച്ചർ ഓഫ് ദ യൂണിവേഴ്സ് ആൻഡ് ദി സെൻസ് ഓഫ് റിതം ഇന്നേറ്റ് ടു ഓൾ ഹ്യൂമൻ ബീയിങ്സ്. കാര്യം മനസ്സിലായില്ലേ? ഇത് നോക്കൂ, ദ പ്രപ്പോണൻസ് ഓഫ് ദിസ് തിയറി. പ്രപ്പോണൻസ് എന്ന് പറഞ്ഞാൽ വക്താക്കള്, ഇതിന്റെ ആളുകൾ. ഈ തിയറിയുടെ വക്താക്കള് ബിലീവ് ദാറ്റ്, വിശ്വസിക്കുന്നു. എന്താ വിശ്വസിക്കുന്നത്? എവറി സെൻസറി ഇംപ്രഷൻ ദാറ്റ് മാൻ റിസീവ്സ് ഫ്രം ദ നേച്ചർ. ഈ പ്രകൃതിയിൽ നിന്നും എന്തൊരു സെൻസറി ആയിട്ടുള്ള എന്തൊരു ഇംപ്രഷനും എന്തൊരു സംഭവവും മനുഷ്യന് കിട്ടിയാലും, സെൻസറി ആയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ അവന്റെ ചെവിയിലൂടെയോ കണ്ണിലൂടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും പഞ്ചേന്ദ്രിയത്തിലൂടെ ഒരു ഇൻഫോർമേഷൻ, അത് ശബ്ദരൂപത്തിൽ ഏത് രൂപത്തിലായിക്കോട്ടെ. കാരണം ഈ ഒരു യൂണിവേഴ്സിൽ എല്ലാറ്റിനും റിതമുണ്ട്. അതുകൊണ്ട് ഈ യൂണിവേഴ്സിൽ നിന്നും എന്തെങ്കിലും ഒരു സംതിങ് സെൻസറി ആയിട്ടുള്ള, കണ്ണോ മൂക്കോ നാക്കോ തൊക്കോ, ഇതിൽ ഏതെങ്കിലും രൂപത്തിൽ ഏതെങ്കിലും ഒന്നിലൂടെ ഒരു ഇംപ്രഷൻ മനുഷ്യന് കിട്ടിക്കഴിഞ്ഞാൽ, മനുഷ്യന്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? എവറി സെൻസറി ഇംപ്രഷൻ ദാറ്റ് മാൻ റിസീവ്സ് ഫ്രം ദ നേച്ചർ. അങ്ങനെ കിട്ടുന്ന ഏതൊരു സെൻസറി ഇംപ്രഷനും മനുഷ്യന്റെ ഉള്ളിൽ എത്തിക്കഴിഞ്ഞാൽ ഫൗണ്ട് ദി എക്സ്പ്രഷൻ ആസ് വോക്കൽ സൗണ്ട്സ്. അതെന്ത് ചെയ്യും? വോക്കൽ സൗണ്ട്സ്, അതായത് നമ്മളുടെ വായിലൂടെയുള്ള ശബ്ദത്തിലൂടെ ഫൗണ്ട് എക്സ്പ്രഷൻ, അത് എക്സ്പ്രസ് ചെയ്യും, പുറത്തേക്ക് വരും. അപ്പൊ നമുക്ക് ഇവിടുന്ന് എന്ത് കിട്ടിയാലും, ഇനി അത് ശബ്ദരൂപത്തിലാണെങ്കിലും അല്ലെങ്കിലും, ഈ പ്രകൃതിയിൽ നിന്നും സെൻസറി ആയിട്ട് കണ്ണിലൂടെയോ മൂക്കിലൂടെയോ നാക്കിലൂടെയോ ത്വക്കിലൂടെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് നമ്മുടെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഫൗണ്ട് എക്സ്പ്രഷൻ, അത് എക്സ്പ്രസ് ചെയ്യാനൊരു വഴി കണ്ടെത്തും. അത് പുറത്തേക്ക് വരും, നമ്മുടെ ഉള്ളിൽ നിൽക്കൂല. എങ്ങനെ പുറത്തേക്ക് വരിക? അത് പുറത്തേക്ക് വരുന്നത് ആസ് വോക്കൽ സൗണ്ട്, ശബ്ദരൂപത്തിൽ. ഇപ്പൊ എന്തൊരു ശബ്ദം നമ്മൾ റിസീവ് ചെയ്താലും അത് നമ്മുടെ ഉള്ളിൽ നിന്നും വോക്കൽ സൗണ്ട് ആയിട്ട്, ശബ്ദമായിട്ട് പുറത്തേക്ക് വരും എന്നാണ് ഇവർ പറയുന്നത്. ഈ തിയറിക്കാണ് നമ്മൾ ഡിങ് ഡോങ് തിയറി എന്ന് പറയുന്നത്. കാരണം ഡിങ് ഡോങ് എന്ന ശബ്ദം, നമ്മൾ ആ ശബ്ദം കേട്ടാൽ അറിയാതെ നമ്മളും പറയും. എന്താന്ന് വെച്ചാൽ അത് നമ്മളിൽ നിന്നും ഒരു പുറത്തേക്ക് വരാനുള്ള ഒരു ത്വര നമ്മുടെ ഉള്ളിലുണ്ടാവും. ഇനി അടുത്തതാണ് പൂപ്പൂ തിയറി എന്നുള്ളതാണ് അടുത്ത തിയറിയുടെ പേര് കേട്ടോ. പൂപ്പൂ തിയറി. നോക്കൂ, അക്കോർഡിംഗ് ടു പൂപ്പൂ തിയറി, ഈ തിയറി അനുസരിച്ച് ദ ഒറിജിൻ ഓഫ് ലാംഗ്വേജ്, ഭാഷയുടെ ഉത്ഭവം എന്നുള്ളത്. എങ്ങനെ ഭാഷ ഉത്ഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ തിയറിയുടെ ആളുകൾ പറയുന്നത് ഭാഷയുടെ ഉത്ഭവം ഈസ് ടു ബി ട്രേസ്ഡ്. നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റും. ട്രേസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ തെരഞ്ഞു കണ്ടെത്തുക, അതാണ് ട്രേസ് ചെയ്ത് കണ്ടെത്തുക എന്ന് പറയില്ലേ. ആ ഭാഷയുടെ ഉത്ഭവം നിങ്ങൾക്ക് ട്രേസ് ചെയ്യാം, നിങ്ങൾക്ക് കണ്ടെത്താം. എവിടെ? ടു ഇൻവോളണ്ടറി എക്സ്ക്ലമേഷൻ ഓഫ് പെയിൻ, ഷോക്ക്, എക്സൈറ്റ്മെന്റ് ആൻഡ് പ്ലഷർ. അതായത് നമുക്ക് വേദനയോ ഷോക്ക്, ഞെട്ടലോ, എക്സൈറ്റ്മെന്റോ അല്ലെങ്കിൽ പ്ലഷർ, ഭയങ്കര സന്തോഷമോ ഉണ്ടാവുന്ന സമയത്ത് ഇൻവോളണ്ടറി ആയിട്ട് ഉണ്ടാകുന്ന എക്സ്ക്ലമേഷൻ, ശബ്ദങ്ങൾ, നമ്മൾ അറിയാതെ നമ്മുടെ ഉള്ളിൽ നിന്നും വരുന്ന ശബ്ദങ്ങൾ. പെട്ടെന്ന് അടി കിട്ടുമ്പോൾ അയ്യോ എന്ന് പറയും. ഇങ്ങനെ ഇൻവോളണ്ടറി എക്സ്ക്ലമേഷൻ,
അതായത് ഇൻവോളണ്ടറി ആയിട്ട് നമ്മുടെ ഉള്ളിൽ നിന്നും വരുന്ന ശബ്ദങ്ങൾ. കാരണം ഇൻവോളണ്ടറി ആയിട്ട് അറിയാതെ നമ്മുടെ ഉള്ളിൽ നിന്നും അറിയാതെ വരികയാണ്, ആകസ്മികമായിട്ട് വരികയാണ്. അറിയാതെ ആകസ്മികമായിട്ട് പെട്ടെന്ന് വേദന ഉണ്ടാവുക, പെട്ടെന്ന് വീഴുക, പെട്ടെന്നൊരു ഷോക്ക്, പെട്ടെന്നുണ്ടാവുന്ന ആവേശം, എക്സൈറ്റ്മെന്റ്, പെട്ടെന്നുണ്ടാവുന്ന പ്ലഷർ, സന്തോഷം ഉണ്ടാവുക, വാവ് അല്ലെ, ഇതുപോലൊക്കെയുള്ള എക്സ്പ്രഷൻസ്, ശബ്ദങ്ങൾ നമ്മുടെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വരും. അങ്ങനെ ഉണ്ടാവുന്ന ശബ്ദങ്ങളിൽ നിന്നും ഭാഷ ഉണ്ടായി എന്നാണ് പൂപ്പൂ തിയറി പറയുന്നത്. ഈ പൂപ്പൂ എന്നുള്ളതിന് എന്താണ്? ഇത്തരമൊരു എക്സ്പ്രഷനാണ്. നമുക്ക് പെട്ടെന്ന് പുച്ഛം തോന്നുമ്പോൾ നമ്മൾ പറയാം ഹൂ എന്ന് പറയാം അല്ലേ. അത് അത്തരം ആ ശബ്ദത്തിൽ നിന്ന്, അത് ഓർത്ത് വെക്കട്ടോ, ഒന്ന് എഴുതാൻ കിട്ടും. അപ്പൊ എന്താ പറയുന്നത്? ദ ഒറിജിൻ ഓഫ് ലാംഗ്വേജ് ഈസ് ടു ബി ട്രേസ്ഡ് ടു ഇൻവോളണ്ടറി എക്സ്ക്ലമേഷൻ ഓഫ് പെയിൻ, ഷോക്ക്, എക്സൈറ്റ്മെന്റ് ആൻഡ് പ്ലഷർ. പ്ലഷറിൽ നിന്നോ എക്സൈറ്റ്മെന്റ് അല്ലെങ്കിൽ ഷോക്ക്, പെയിന്, ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ആ സാഹചര്യങ്ങളിൽ നമ്മളെ ഉള്ളിൽ നിന്നും ഇൻവോളണ്ടറി ആയിട്ട് സ്വമേധയാ നമ്മൾ അറിയാതെ നമ്മൾ പുറപ്പെടുവിക്കുന്ന ശബ്ദങ്ങൾ. ലാംഗ്വേജ് ഈസ് ഫോംഡ്. എങ്ങനെയാ പിന്നെ ലാംഗ്വേജ് ഇതിൽ നിന്ന് ഫോം ചെയ്ത്? ബൈ പോളിഷിംഗ് ദീസ് എമോഷണൽ ഇന്റർജെക്ഷൻസ്. ഇത്തരത്തിലുള്ള ഇമോഷണൽ ഇന്റർജെക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫീലിംഗ് ഉള്ള സമയത്ത് വരുന്ന ശബ്ദങ്ങൾ. ആ ശബ്ദങ്ങളെ പോളിഷ് ചെയ്തിട്ട് കുറച്ച് നന്നാക്കിയിട്ടാണ് അവ എന്തായിട്ട് മാറിയത്? അവ ചേർന്നാണ് ലാംഗ്വേജ് ഉണ്ടായി എന്ന് പൂപ്പൂ തിയറി പറയുന്നു. അടുത്ത 4ാമത്തെ തിയറിയാണ് ഇത് യോഹീഹോ തിയറി. ഈ പേര് കൊണ്ട് പേടിക്കേണ്ട, സംഭവം സിമ്പിളാണ്. എന്താ യോഹീഹോ തിയറി? അക്കോർഡിംഗ് ടു ദ തിയറി, ഈ തിയറി അനുസരിച്ച് ലാംഗ്വേജ് ഈസ് ഫോംഡ് ഫ്രം സം എക്സ്പ്രഷൻസ് uttered by group of people engaged in some sort of joint labor. അതായത് ജോയിന്റ് ലേബറിലെ കൂട്ടവർക്ക്, അത്തരം വർക്കുകളിൽ ഏറ്റിരിക്കുന്ന ആളുകൾ, തൊഴിലാളികൾ, അവരുടെ ജോലിയുടെ ഭാഗമായി പുറപ്പെടുവിക്കുന്ന ചില എക്സ്പ്രഷൻസ്, ചില ശബ്ദങ്ങൾ, ആ ശബ്ദങ്ങളിൽ നിന്നാണ് ലാംഗ്വേജ് ഉണ്ടായെന്ന് യോഹീഹോ തിയറി പറയുന്നു. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. മരപ്പണിക്കാർ നല്ല ഒരു മരത്തടി അവരൊരു ലോറിയിലേക്ക് കയറ്റാം. അവർ എല്ലാവരും പാടെ അവരുടെ ജോലി ഒന്ന് ഉഷാറാക്കുന്നതിന് വേണ്ടി ഈ മരം പൊക്കുമ്പോൾ അവർ ഓരോ ശബ്ദം ഉണ്ടാക്കും. ഹോയ്, ഹായ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇത്തരം ശബ്ദങ്ങൾ. അതാണ് ഇവിടെ പറയുന്നത് ലാംഗ്വേജ് ഉണ്ടായത് ഫോംഡ് ഫ്രം സം എക്സ്പ്രഷൻസ്, അതും അട്ടേർഡ് ബൈ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, അതും എത്തരം ആളുകൾ? എൻഗേജ്ഡ് ഇൻ സം സോർട്ട് ഓഫ് ജോയിന്റ് ലേബർ, കൂട്ടമായിട്ടുള്ള തൊഴിൽ. ആ തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾ ജോലിയുടെ ഭാഗമായിട്ടുണ്ടാക്കുന്ന എക്സ്പ്രഷൻസ്, ശബ്ദങ്ങൾ, അതിൽ നിന്നാണ് ലാംഗ്വേജ് ഉണ്ടായി എന്ന് യോഹീഹോ തിയറി പറയുന്നു. ഇത് നോക്കൂ, ദീസ് സൗണ്ട്സ് ആർ മെയ്ഡ്. ഇത്തരം ശബ്ദം ഉണ്ടാക്കുന്നത് എന്തിനാണ് ഇവർ ശബ്ദം ഉണ്ടാക്കുന്നത്? ചിലപ്പോൾ ഇവർ പാട്ടൊക്കെ പാടും അല്ലേ? എന്തിനാണ് ഇത് ചെയ്യുന്നത്? ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കുന്നത്, അതും ഇൻവോളണ്ടറിലി, അത് അറിയാതെ വരുന്നതാണ് അല്ലേ. എന്നാ പിടിച്ചോ അല്ലെ, ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കുന്ന കേട്ടില്ലേ? ഇപ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇത്തരം ശബ്ദം ഇവരുണ്ടാക്കും. ഈ ശബ്ദം ഇവരുണ്ടാക്കുന്നത് ഇൻവോളണ്ടറി ആയിട്ട് അകത്തുനിന്ന് വരിക. എന്തിനു വേണ്ടിയിട്ടാ? ടു റെഡ്യൂസ് ദെയർ മസ്കുലർ എഫോർട്ട്. ഇവർക്ക് ആ ജോലി ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന മസ്കുലർ എഫോർട്ട് ഉണ്ടല്ലോ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ പേശി സംബന്ധമായിട്ടുള്ള ഇവരുടെ എഫോർട്ട്, ഇവരുടെ പ്രയാസം കുറക്കാൻ വേണ്ടിയിട്ട്. ഇവരുടെ പ്രയാസം, ആ ഒരു ശബ്ദം, അങ്ങനെ ആ ശബ്ദം ഉണ്ടാക്കുമ്പോൾ ഒരു ഉഷാറ് കിട്ടും. അപ്പോൾ അതിൽ ഇവരുടെ എഫോർട്ട് കുറയും. എഫോർട്ട് കുറയാൻ വേണ്ടിയിട്ട് ജോയിന്റ് ലേബർ ചെയ്യുന്ന ആളുകൾ, തൊഴിലാളികൾ, അവരിൽ നിന്നും ഉണ്ടാകുന്ന ഇൻവോളണ്ടറി എക്സ്പ്രഷൻസ്, ആ വേർഡ് ഉപയോഗിക്കട്ടോ, ആ ഇൻവോളണ്ടറി എക്സ്പ്രഷൻസിൽ നിന്നാണ് ലാംഗ്വേജ് ഉണ്ടായി എന്ന് യോഹീഹോ തിയറിയുടെ വക്താക്കൾ പറയുന്നു. ലാസ്റ്റ് വണ്ണാണ് ജെസ്റ്റർ തിയറി. എന്താ ജെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ? മനുഷ്യന്റെ ചേഷ്ടകൾ അല്ലെ, ബോഡി മൂവ്മെന്റ്സ് അല്ലെ, ഇതാണ് ജെസ്റ്റേഴ്സ്. ജെസ്റ്റർ തിയറി ഇതും കൂടി പറഞ്ഞാൽ കഴിഞ്ഞുണ്ടോ? അക്കോർഡിംഗ് ടു പ്രൊപ്പോണൻസ് ഓഫ് ദ തിയറി, ഈ തിയറിയുടെ വക്താക്കൾ പറയുന്നത് അനുസരിച്ച് എവരി ഹ്യൂമൻ ജെസ്റ്റർ ഈസ് ഫോളോവേഡ്. മനുഷ്യന്റെ ഏതൊരു ജെസ്റ്ററിനെ ഫോളോ ചെയ്തിട്ടും,
ഫോളോവഡ് ബൈ മൂവ്മെന്റ് ഓഫ് ദ ടങ്, ലിപ്സ് ആൻഡ് ജോസ്. ഇതാണ് ജെസ്റ്റേഴ്സ് തിയറി പറയുന്നത്. നമ്മൾ ഏതൊരു ആക്ഷൻ കാണിക്കുമ്പോഴും, നമ്മൾ ഏതൊരു ബോഡി മൂവ്മെന്റ് ഉണ്ടാവുമ്പോഴും, ഏതൊരു ജെസ്റ്റർ ഉണ്ടാവുമ്പോഴും മനുഷ്യൻ ഇൻവോളണ്ടറി ആയിട്ട് മനുഷ്യന്റെ നാക്ക്, ലിപ്സ്, ജോ, താടി ഇളകും എന്നുള്ളതാണ്. അതായത് മനുഷ്യന്റെ ഏതൊരു ജെസ്റ്ററും, എവരി ഹ്യൂമൻ ജെസ്റ്റർ ഈസ് ഫോളോവഡ്. മനുഷ്യന്റെ ഏതൊരു ജെസ്റ്ററും, മനുഷ്യന്റെ ഏതൊരു ജെസ്റ്റേഴ്സ്, ഏതൊരു ജെസ്റ്റർ ഈസ് ഫോളോവഡ്. അതായത് ഏത് തരത്തിലുള്ള ഒരു മൂവ്മെന്റ് മനുഷ്യന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമ്പോഴും മനുഷ്യരുടെ ടങ്, ലിപ്സ്, ജോ ഇതെന്തു ചെയ്യും? മൂവ് ചെയ്യും. ഇതിൻ്റെ ഒരു മൂവ്മെന്റ് ഉണ്ടാവും. ഇൻ ദ ഏർലി ഡേയ്സ്, പണ്ട് കാലത്ത് ഹ്യൂമൻ ബീയിങ്സ് കമ്മ്യൂണിക്കേറ്റഡ്, മനുഷ്യർ സംസാരിച്ചിരുന്നത്, പണ്ടത്തെ മനുഷ്യർ സംസാരിച്ചിരുന്നത്, ഭാഷ വരുന്നതിന് മുൻപ് മനുഷ്യന്മാർ സംസാരിച്ചിരുന്നത് ത്രൂ ജെസ്റ്റേഴ്സ് ആൻഡ് സൈൻസ്. ഇത്തരത്തിലുള്ള ജെസ്റ്റേഴ്സ്, ശരീരഭാഷ, അതുപോലെ തന്നെ സൈൻസ്, ചിഹ്നങ്ങളും ജെസ്റ്റേഴ്സും ഉപയോഗിച്ചിട്ടാണ് മനുഷ്യർ സംസാരിച്ചിരുന്നത്. അങ്ങനെ മനുഷ്യർ ആശയവിനിമയം നടത്തുമ്പോൾ അവൻ്റെ ലിപ്സും അവൻ്റെ ടങ്ങും അവൻ്റെ ജോസിനും മൂവ്മെന്റ് ഉണ്ടായിരുന്നു എന്ന് ഈ തിയറിയുടെ വക്താക്കൾ പറയുന്നു. എന്നാൽ ലേറ്റർ, പിന്നീട്, ഇറ്റ് മൈറ്റ് ഹാവ് ബീൻ റീപ്ലേസ്ഡ്, ഇത് അങ്ങോട്ട് റീപ്ലേസ് ചെയ്തു. അതായത് ഈ ജെസ്റ്റേഴ്സും ഈ സൈൻസും അങ്ങോട്ട് മാറി. അതിനെ മാറ്റിയിട്ട് ലിപ്സും ജോസും ടങ് കൊണ്ട് മനുഷ്യൻ സംസാരിക്കാൻ തുടങ്ങി. ആദ്യം എക്സ്പ്രഷൻസ്, ജെസ്റ്റേഴ്സിന്റെ കൂടെ ലിപ്സിന്റെയും ടങ്ങിന്റെയും മൂവ്മെന്റ്സേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് പിന്നെ ആശയവിനിമയം ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നത് ജെസ്റ്റേഴ്സും സൈൻസും ആണെങ്കിൽ പുരാതന മനുഷ്യൻ. എന്നാൽ പിന്നീട് ആ ജെസ്റ്റേഴ്സിനെയും സൈൻസിനെയും റീപ്ലേസ് ചെയ്തിട്ട് അതിൻ്റെ സ്ഥാനത്ത് ലിപ്സും ടങ്ങും ജോസും അതിൻ്റെ സ്ഥാനത്ത് മനുഷ്യൻ കൊണ്ടുവന്നു എന്നാണ് ഈ തിയറിയുടെ വക്താക്കൾ പറയുന്നത്. അപ്പോൾ ഇതോടുകൂടി ഈ ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ആയി. അതായത് ഫീച്ചേഴ്സ് ഓഫ് ഹ്യൂമൻ ലാംഗ്വേജും കഴിഞ്ഞു, അതുപോലെ തന്നെ തിയറീസ് റിലേറ്റഡ് ടു ദ ഒറിജിൻ ഓഫ് ഹ്യൂമൻ ലാംഗ്വേജ്, ഈ രണ്ട് കാര്യങ്ങൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. സാധാരണ പറയുന്ന പോലെ അല്ലെ, ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ഒന്ന് കേട്ട് കഴിഞ്ഞാൽ പഠിക്കട്ടോ. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ ജസ്റ്റ് എന്താണെന്നൊന്ന് മനസ്സിലാക്കുക. ആ പോയിന്റ്സ് ജസ്റ്റ് മൈൻഡിൽ ഒന്ന് ഫീഡ് ചെയ്ത് വെക്കുക. മലയാളത്തിൽ കാര്യങ്ങൾ ഒന്ന് ഓർത്ത് വെക്കുക. ജസ്റ്റ് ആ ടൈറ്റിലുകളൊക്കെ ഒന്ന് മൈൻഡിൽ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക. എന്നാൽ സ്വന്തമായിട്ട് മൈൻഡിൽ നിർത്തുന്നത് നിങ്ങൾക്ക് ഓർത്ത് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ അല്ലെ എക്സാം അടുത്തത് കൊണ്ട് ഒരു പഠിക്കുന്ന രീതിയിൽ എന്ത് ചെയ്യാം, കാണാം കേട്ടോ. എന്നാൽ നിങ്ങൾക്ക് അത് സമയം ലാഭിക്കാനും പഠനത്തിനും നിങ്ങൾക്ക് ഹെൽപ്പ് ആവും. സോ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. പതിവ് പോലെ പറയുകയാണ്, നിങ്ങളൊക്കെ ഒന്ന് എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്ത് കാണുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് സജസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.